Hi, my dear students. Welcome to Mathematics online classes. അപ്പോൾ നമ്മൾ സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സിമിലർ ട്രയാങ്കിൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. രണ്ട് ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളുമായിട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. സിമിലർ ട്രയാങ്കിളിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അത് ബേസ് ചെയ്തുകൊണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ക്വസ്റ്റ്യനും ചെയ്തു. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യനും കൂടെ ബാലൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. പേജ് നമ്പർ 101. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഫോർത്ത് ക്വസ്റ്റ്യൻ എടുക്കാം. പുതിയ ടെക്സ്റ്റിലെ 101ാമത്തെ പേജ്. അതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The picture shows a square drawn sharing one corner with a right triangle and other corners on the side of this triangle. അപ്പോൾ അതിനകത്ത് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ കോർണർ ഇതൊരു സൈഡ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെതാ ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഫിഗർ തന്നിട്ടുണ്ട്, അത് അതുപോലെ വരച്ചതാണ്. എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയാണ്, കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദി സ്ക്വയർ. അപ്പൊ ഇതിൽ നിന്ന് എന്തിന്റെ സൈഡ് കണ്ടുപിടിക്കണം? സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കണം. അതിന്റെ ക്വസ്റ്റ്യൻ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഇവിടെ 1 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വെച്ചുകൊണ്ട് ഈ സ്ക്വയറിന്റെ സൈഡ് എത്രയെന്ന് കണ്ടുപിടിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ട്രയാങ്കിളിനൊക്കെ പേര് കൊടുക്കാൻ പോണേ. ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി. ഓക്കെ, മീറ്റ് ചെയ്തേക്കുന്ന പോയിന്റ് ഇത് പി, ഇത് ക്യൂ, ഇത് ആർ എന്നെടുത്തു. ഓക്കെ, പി ക്യൂ ആർ എന്നെടുത്തു. ഇനി സ്ക്വയറിന്റെ ഒരു സൈഡ് എക്സ് എന്നെടുക്കുന്നു. സ്ക്വയറിന്റെ ഒരു സൈഡ് എന്താണ്? എക്സ്. ലെറ്റ് സൈഡ് ഓഫ് സ്ക്വയർ, സൈഡ് ഓഫ് സ്ക്വയർ ബി എക്സ്. സമചതുരത്തിന്റെ ഒരു വശം എക്സ് എന്നെടുക്കുന്നു. ഓക്കെ, ഇനി നോക്കിക്കോണേ, ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 9. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 9 അല്ലെ? ഈ രണ്ട് ആംഗിൾ 90 ആണ്. ഇനി ഈ ഒരു ആംഗിൾ കണ്ടോ? ഈ ഒരു ആംഗിൾ ഞാൻ എക്സ് എന്നെടുക്കുന്നു. ഓക്കെ, ഈ ആംഗിൾ എന്തെടുത്തു? എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ആംഗിൾ 90, അടുത്ത ആംഗിൾ എക്സ് ആണെങ്കിൽ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ആയിരിക്കും. ഒരു ആംഗിൾ 90, ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോ ഇത് എക്സ് ആണ്, ഇത് എത്രയാണ്? 90 അല്ലെ? ഇത് എക്സ് ആണ്, ഇത് 90. അപ്പൊ ഇത് എത്ര വരും? ഇത് മൂന്നൂടെ ചേർക്കുമ്പോൾ ലീനിയർ പെയർ അല്ലേ? അല്ലെ? ഇത് മൂന്നൂടെ ചേർത്താൽ എന്ത് കിട്ടും? ലീനിയർ പെയർ. ലീനിയർ പെയറിന്റെ മൂന്ന് ആംഗിളോട് ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 180 അല്ലെ? കൂട്ടുമ്പോൾ 180 കിട്ടണം. ഒന്ന് എക്സ് ആണ്, ഒന്ന് 90 ആണ്. കൂട്ടുമ്പോൾ 180 കിട്ടണമെങ്കിൽ ഇത് എന്തായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും. അപ്പൊ ഇത് 90, ഇത് 90 മൈനസ് എക്സ്. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? എക്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ തന്നിരിക്കുന്ന വലിയ ട്രയാങ്കിളില് സ്ക്വയർ വരയ്ക്കുമ്പോൾ ചെറിയ രണ്ട് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ട്രയാങ്കിളിലെ എല്ലാ ആംഗിളും ഒന്ന് എടുത്തു. 90 മാർക്ക് ചെയ്തു, ഒരു ആംഗിൾ എക്സ് എന്ന് എടുത്തു. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ 90 മൈനസ് എക്സ് എന്ന് കിട്ടും. അതേപോലെ ഇതിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക. ഒന്ന് ട്രയാങ്കിൾ എ ആർ ക്യൂ, അടുത്തത് ട്രയാങ്കിൾ പി സി ക്യൂ. ട്രയാങ്കിൾ എ ആർ ക്യൂ എടുക്കുക, ട്രയാങ്കിൾ പി സി ക്യൂ എടുക്കുക. ഈ രണ്ട് ട്രയാങ്കിളിന്റെ പ്രത്യേകതകൾ പറയാം. ട്രയാങ്കിൾ എ ആർ ക്യൂ, അതുപോലെ ട്രയാങ്കിൾ പി സി ക്യൂ. അതില് ഈ ആംഗിൾ, അതായത് ആംഗിൾ എ ആർ ക്യൂ, ആംഗിൾ സി പി ക്യൂ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് അല്ലെ? ആ രണ്ട് ആംഗിളും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ എ ക്യൂ ആർ, അതുപോലെ ആംഗിൾ പി സി ക്യൂ എത്ര ഡിഗ്രിയാണ്? നോക്കി, എ ക്യൂ ആർ എക്സ്, അതുപോലെ പി സി ക്യൂ എത്ര ഡിഗ്രിയാണ്? എക്സ് ഡിഗ്രി. ആംഗിൾ എ ക്യൂ ആർ എത്ര ഡിഗ്രി എന്ന് കിട്ടി?
എക്സ് ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഒരു ആംഗിളോടെ ബാലൻസ് ഉണ്ട്. 90 മൈനസ് എക്സ് വരുന്ന ആംഗിൾ ഏതാ? ഇവിടുത്തെ കേസിൽ എടുക്കുകയാണെങ്കിൽ ആംഗിൾ ആംഗിൾ RAQ. ആംഗിൾ RAQ എത്രയാ? 90 മൈനസ് എക്സ്. ഇവിടെ 90 മൈനസ് എക്സ് വരുന്ന ഒരു ആംഗിൾ അല്ലേ? ആംഗിൾ PQC ഈക്വൽ ടു എത്രയെന്ന് കൊടുക്കാം? 90 മൈനസ് എക്സ്. അപ്പൊ ആംഗിൾ ARQ ഉം ആംഗിൾ CPQ ഉം 90 ആണ്. ആംഗിൾ ARQ ഉം ആംഗിൾ AQR ഉം ആംഗിൾ PCQ ഉം എക്സ് ഡിഗ്രി ആണ്. പിന്നെ അടുത്തത് ആംഗിൾ RAQ ഉം ആംഗിൾ PQC യും എത്രയാണ്? 90 മൈനസ് എക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാംഗിളും എന്ത് ട്രയാംഗിൾ ആണ്? ആംഗിൾ എല്ലാം ഈക്വൽ ആയല്ലോ. അപ്പൊ ട്രയാംഗിൾ ARQ സിമിലർ ടു ട്രയാംഗിൾ PCQ. ഈ രണ്ട് ട്രയാംഗിളും എന്ത് ട്രയാംഗിൾ ആയി? സിമിലർ ട്രയാംഗിൾ ആയിട്ട് മാറും. ഓക്കെ, സിമിലർ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്താ? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അപ്പൊ ആദ്യത്തെ കേസ് നോക്കാം, 90യുടെ കേസ് നോക്കാം. ARQ 3 ലെറ്റർ വെച്ചാണ് എഴുതുന്നതെങ്കിൽ പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെ എടുക്കുന്നത്? നടുക്കത്തെ ലെറ്റർ കളഞ്ഞാൽ മതി. ഇവിടെ എല്ലാം 3 ലെറ്റർ വെച്ചിട്ടല്ലേ ആംഗിൾ എഴുതിയിരിക്കുന്നേ. നടുക്കത്തെ ലെറ്റർ കളഞ്ഞിട്ട് ARQ കളഞ്ഞെടുത്ത AQ ബൈ അടുത്ത CPQ P കളഞ്ഞ CQ ഈക്വൽ ടു AQR AR ബൈ PCQ PQ ഈക്വൽ ടു RAQ ഓ RQ ബൈ PQC Q കളഞ്ഞ PC. ഓക്കെ, ഇതില് അറിയാവുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കുക. AQ നമുക്ക് അറിഞ്ഞുകൂടാ, CQ നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് തന്നെ എഴുതാണ്? AQ ബൈ CQ തന്നെ എഴുതും. AR നമുക്കറിയാം, AR എത്രയാ? 2. PQ നോക്കി, PQ ഇതാണ് PQ അല്ലേ? ഇത് x ആകുമ്പോ ഇതെന്താവും? x എന്ന് വരത്തില്ലേ അല്ലെ? ഈ ലെങ്ത് x ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സ്ക്വയറിന്റെ സൈഡ് A എന്ന് എടുക്കാം. കൺഫ്യൂഷൻ വരാതിരിക്കാൻ സ്ക്വയറിന്റെ സൈഡ് A. അപ്പൊ ഈ ലെങ്ത് എന്തെന്ന് എടുക്കാണ്? A. അപ്പൊ ഈ ലെങ്ത് എന്തായിരിക്കും? A. ഈ ലെങ്തും A, ഈ ലെങ്തും A. സ്ക്വയറിന്റെ സൈഡ് A എന്ന് എടുക്കട്ടോ. കാര്യം x എന്ന ആംഗിൾ എടുത്തേക്കല്ലേ. അപ്പൊ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവണ്ട. സ്ക്വയറിന്റെ സൈഡ് A എന്ന് എടുക്കും. അപ്പൊ 2 ബൈ PQ എന്താ? PQ A ഈക്വൽ ടു RQ അത് എന്താണ്? A ബൈ PC എത്രയാ? 1. അപ്പൊ ഇതില് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഈ AQ CQ ഒന്നും എടുത്തോണ്ട് പോകേണ്ട കാര്യമില്ല. സോ അതങ്ങ് മാറ്റി കളഞ്ഞു. പിന്നെ ബാലൻസ് ഉള്ള എന്താ? 2 ബൈ A ഈക്വൽ ടു A ബൈ 1 ക്രോസ് ചെയ്യാം. A ഇൻറ്റു A സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു 1 2. അപ്പൊ A സ്ക്വയർ ഈക്വൽ ടു 2. അങ്ങനെ A യുടെ വാല്യൂ എന്തായിരിക്കും? √2. A യുടെ വാല്യൂ എന്ന് കിട്ടും √2. ലെങ്ത് ആയതുകൊണ്ട് √2 എന്ന് കിട്ടി അല്ലേ? ലെങ്ത് A യുടെ ലെങ്ത് എത്രയെന്ന് കിട്ടി? സോറി, A യുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? √2. therefore side equal to എത്ര വരും? √2. സൈഡ് എന്ന് പറയുന്നത് എത്രയെന്ന് വരുന്നു? √2 എന്ന് വരുന്നു. ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ ആയല്ലോ. അപ്പൊ ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ട്രയാംഗിൾ ആണെന്ന് എടുക്കുന്നു, പ്രൊപ്പോർഷണാലിറ്റി എഴുതുന്നു, അറിയാവുന്ന വില കൊടുക്കുന്നു, ക്രോസ് ചെയ്യുന്നു, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് നോക്കി. എന്താ സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ ഡ്രോൺ ലൈക്ക് ദിസ്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാണ്? ഒരു സ്ക്വയർ വരയ്ക്കുകയാണ്. ഇതേ ഫിഗർ തന്നെ നമ്മൾ വരയ്ക്കുകയാണ്. എവിടെ വരയ്ക്കുന്നത്? വിത്തിൻ എ ട്രയാംഗിൾ ഓഫ് സൈഡ് 3, 4 and 5. ട്രയാംഗിളിന്റെ സൈഡ് 3, 4, 5 എന്ന് എടുക്കുന്നു. അപ്പൊ നോക്കി, ഇവിടുത്തെ കേസില് BC 3 സെന്റിമീറ്റർ, AB 4 സെന്റിമീറ്റർ, AC 5 സെന്റിമീറ്റർ. ഹൈയസ്റ്റ് ലെങ്ത്, ലോങ്സ്റ്റ് ലെങ്ത് ആണ് എപ്പോഴും എന്തായിട്ട് മാറുന്നത്? ഹൈപ്പോട്ടനൂസ് ആയിട്ട് മാറുന്നത്. സോ AC എത്രയെന്ന് എടുത്തു? 5 സെന്റിമീറ്റർ എന്നെടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഓൾറെഡി നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? AQ ബൈ CQ ഈക്വൽ ടു AR ബൈ BQ ഈക്വൽ ടു RQ ബൈ PC ഓൾറെഡി നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന എത്രയേ ഉള്ളൂ. ലെറ്റ് സൈഡ് ഓഫ് സ്ക്വയർ ബി എ. സൈഡ് എന്തെടുത്തു? എ എന്നെടുത്തു. സൈഡ് എ എന്ന് എടുക്കുകയാണെങ്കിൽ
ബി പി ഈക്വൽ ടു അതുപോലെ ബി ആർ ഈക്വൽ ടു ഇത് ബി പി ഈക്വൽ ടു ബി ആർ ഈക്വൽ ടു ആർ ക്യൂ ഈക്വൽ ടു പി ക്യൂ ആർ ക്യൂ ഈക്വൽ ടു പി ക്യൂ ഈക്വൽ ടു കെ. ഓക്കെ, ബി പി യും ബി ആറും ആർ ക്യൂ പി ക്യൂ എന്തിന് ഈക്വൽ ആണ്? എക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ പി സി എന്ന് വരും. പി സി ബി സി മൊത്തത്തിൽ 3 അല്ലേ? ഇത് മൊത്തത്തിൽ ഇതിപ്പോ ഇവിടെ എ വന്നു, ഇത് മൊത്തത്തിൽ എത്രയാ? 3. അപ്പൊ ഇത് എ ഇത് 3, മൊത്തത്തിൽ 3. ഇവിടെ എ പോയി, പിന്നെ ബാലൻസ് എന്തുണ്ട്? 3 മൈനസ് എ. അപ്പൊ പി സി എന്ത് കിട്ടി? 3 മൈനസ് എ എന്ന് കിട്ടി. ഇനി അടുത്തത് എ ആർ. ഈ ലെങ്ത് എ ആർ എന്ത് വരും? എ ആർ ഇത് മൊത്തത്തിൽ എത്രയാ? 4. ഓക്കെ, ഇവിടെ ഏത് പോയി? എ. ഈ ലെങ്ത് എ, ഇത് മൊത്തത്തിൽ 4. അങ്ങനെ ഇതിന്റെ വാല്യൂ എന്താ? 4 മൈനസ് എ, 4 മൈനസ് എ. ഓക്കെ, ഇതെന്തിനാ കണ്ടുപിടിച്ചെന്ന് വെച്ചാല് ഈ റേഷ്യോയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതില് എ ക്യൂം സി ക്യൂം നമുക്ക് അറിയില്ല, നേരത്തെ നമുക്ക് അതിന്റെ ആവശ്യം വന്നില്ലായിരുന്നു. സോ ഈ 2 വാല്യൂ മാത്രം എടുക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ആർ ബൈ പി ക്യൂ ഈക്വൽ ടു ആർ ക്യൂ ബൈ പി സി. വാല്യൂ കൊടുക്കാം. എ ആറിന്റെ വാല്യൂ എന്താ? 4 മൈനസ് എ. പി ക്യൂന്റെ വാല്യൂ എന്താ? പി ക്യൂ എ ഈക്വൽ ടു ആർ ക്യൂന്റെ വാല്യൂ എന്താ? ആർ ക്യൂ അല്ലേ? അതും എ എന്ന് കിട്ടിയിട്ടുണ്ട്. ബൈ ഇനി അടുത്ത എന്താ വേണ്ടത്? പി സി എത്ര നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്? 3 മൈനസ് എ. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് ഏതിന്റെ വാല്യൂ കിട്ടണം? എയുടെ വാല്യൂ കിട്ടണം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ ക്രോസ് ആയിട്ട് ഗുണിക്കുകയാണെങ്കിൽ 4 മൈനസ് എ ഇൻറ്റു 4 മൈനസ് എ ഇൻറ്റു 3 മൈനസ് എ ഈക്വൽ ടു എ ഇൻറ്റു എ സ്ക്വയർ. 4 മൈനസ് എ ഇൻറ്റു 3 മൈനസ് എ ഈക്വൽ ടു എ സ്ക്വയർ. കഴിഞ്ഞ വർഷം നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? 4 ഉം ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 3. 4 ഇൻറ്റു 3 3. അടുത്തത് 4 ഉം a യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു a 4a. അടുത്തത് a യും 3 യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3a. അടുത്തത് a യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും? a സ്ക്വയർ. ഓക്കെ, ഇനി ഇടയ്ക്കുള്ള സൈൻ കൊടുത്താൽ പോലെ. 2 മൈനസ് ആണെങ്കിൽ എന്തോ പഠിച്ചു വെച്ചേക്കുന്നേ? ആദ്യത്തതും രണ്ടാമത്തതും മൈനസ്, മൂന്നാമത്തത് പ്ലസ് ഈക്വൽ ടു a സ്ക്വയർ. ഈ a സ്ക്വയറും ഈ a സ്ക്വയറും കൂടെ കട്ടായി പോയി. ബാക്കി 12 മൈനസ് 4a 3a കൂടെ കൂട്ടിയാൽ 7a സമം 0. ഇവിടെ നേടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? മൈനസ് 7a ഈക്വൽ ടു പ്ലസ് 12 അപ്പുറത്ത് പോകുമ്പോ മൈനസ് 12. എയുടെ വാല്യൂ എന്ത് വരും? മൈനസ് 12 ബൈ മൈനസ് 7. ഈ മൈനസും ഈ മൈനസും കൂടെ കട്ട് ചെയ്തു. എത്രയെന്ന് കിട്ടും? 12 ബൈ 7. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. എന്താ വ്യത്യാസം? എന്താ? എക്സും 1ഉം അല്ലെങ്കിൽ a ബൈ 1 അല്ലെങ്കിൽ a ബൈ 2 1 ബൈ a, അതിന് പകരം കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്തതും ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വലിയ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ മതി, ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ പകുതി പേജോളം കവർ ചെയ്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ പറയാനും അത്രത്തോളം സമയം എടുക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 2 poles of height 3 meter and 2 meter. അപ്പോ ഇത് 3 meter, ഇത് 2 meter. ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ഫിഗർ ആണ്. വർക്ക് ചെയ്യുന്നു. are erected upward on the ground and rope are stretched from the top of each to the foot of other. ഒന്നുമില്ല. ഇതാണ് 2 പോൾ ഉണ്ട്. ഇത് 3 സെന്റിമീറ്റർ അല്ല, 3 മീറ്റർ.
3 മീറ്റർ ലെങ്ത് ഉള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അതിന് മുകളിൽ ഒരു കയറെടുത്ത് നേരെ വലിച്ച് നിർത്തി. എവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്? ഓപ്പോസിറ്റ്, അതിനപ്പുറത്തായിട്ട് വേറൊരു പോളുണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഉണ്ട്, അതിന്റെ മൂട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക. ഇതേപോലെ ഇവിടെ ഒരു 2 മീറ്ററിന്റെ ഉണ്ടല്ലോ, അതിന്റെ ടോപ്പിൽ നിന്ന് നേരെ എവിടെ കൊണ്ട് കെട്ടിയിരിക്കുന്നു? അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന് എതിരെ നിൽക്കുന്ന അപ്പുറത്തെ രണ്ടാമത്തെ പോളിന്റെ താഴെ കൊണ്ട് കെട്ടിയിരിക്കുന്നു. ഓക്കെ, ഈ 2 കയറുള്ള ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത്. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തൽക്കാലം അതിന് ഞാൻ H എന്ന പേര് കൊടുത്തിട്ടാണ്. H. ഓക്കെ, തൽക്കാലം H എന്ന പേര് കൊടുത്തു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. At what height above the ground do the rope cross each other? അപ്പൊ ഇങ്ങനെ കയറ് വലിച്ചു കെട്ടത്തില്ലേ? കയറ് വലിച്ചു കെട്ടുമ്പോൾ എത്ര ഹൈറ്റിലാണ് അത് ക്രോസ് ചെയ്യുന്നത്? അതായത് ഈ H എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? ആ ലെങ്ത് കണ്ടുപിടിക്കണം. നമ്മുടെ എയിം എന്താണ്? ആ ഒരു ഹൈറ്റ്, ഈ ഒരു H കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അപ്പോ ഇവിടെ ആരോ ഞാൻ മാറ്റിയിട്ട് ഈ ആരോ മാറ്റിയിട്ട് കണ്ടിന്യൂസ് ലൈൻ എന്ന് വരയ്ക്കാം. കണ്ടിന്യൂസ് ലൈൻ വരച്ചു. എന്തെന്ന് കൊടുത്തു? H എന്ന് കൊടുത്തു. ഇനി പേര് കൊടുക്കാൻ പോവാണ്. A B C D. ഇതിന് M എന്നും ഇതിന് P എന്നും കൊടുത്തു. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് പേര് കൊടുത്തത്, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് 2 സെറ്റ് ട്രയാങ്കിൾ എടുക്കണം. 2 സെറ്റ് ഓഫ് ട്രയാങ്കിൾ എടുക്കണം. ആദ്യത്തെ സെറ്റിൽ വരുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABC യും ട്രയാങ്കിൾ APM. ഓക്കെ, ആദ്യത്തെ സെറ്റിൽ വരുന്ന ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ABC യും ട്രയാങ്കിൾ APM എടുക്കും. ഓക്കെ, ഈ 2 ട്രയാങ്കിളും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിളും 90 ആണ്. കാര്യം എറക്റ്റഡ് വെർട്ടിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എറക്റ്റഡ് അപ്രൈറ്റ്. അപ്രൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി ആയിട്ടായിരിക്കും. ഹൈറ്റ് എപ്പോഴും നമ്മൾ എങ്ങനെ പറയത്തുള്ളൂ? 90 പറയത്തുള്ളൂ. സോ ഈ 2 ആംഗിളും ഈക്വൽ ആണ്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ആംഗിൾ APM ഈക്വൽ ടു ആംഗിൾ ABC ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇനി ഈ ആംഗിളിന്റെ പ്രത്യേകത പറഞ്ഞേ. ഞാൻ എടുത്തിരിക്കുന്ന 2 ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ചെറിയ ട്രയാങ്കിളിലും ഈ ആംഗിൾ ഉണ്ട്, വലിയ ട്രയാങ്കിളിലും ഈ ആംഗിൾ ഉണ്ട്. 2 ട്രയാങ്കിൾ ആംഗിൾ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? ഈ മാർക്ക് ചെയ്തേക്കുന്ന ആംഗിൾ 2 ട്രയാങ്കിളിലും ഉണ്ട്. സോ ഇറ്റ് ഈസ് എ കോമൺ ആംഗിൾ. ഇത് പൊതുവായ ഒരു കോണാണ്. അപ്പോ ചെറിയ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ആംഗിൾ MAP, വലിയ ട്രയാങ്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ ആംഗിൾ CAB ഈക്വൽ ആണ്. റീസൺ കോമൺ. ഓക്കെ, തുല്യമായിട്ടുള്ള കോണുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കേസാണ്, ഒരു ത്രികോണത്തിലെ 2 കോണുകൾ മറ്റൊരു ത്രികോണത്തിലെ 2 കോണുകൾക്ക് തുല്യമായാൽ മൂന്നാമത്തെ ഓട്ടോമാറ്റിക് എന്തായിക്കോളും? ഈക്വൽ ആവും. ഇപ്പൊ ഇവിടുത്തെ കേസിൽ മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുമ്പോൾ ചെറുതില് ഇത്, വലുതില് ഇത്. ഇതിന്റെ ആംഗിൾ പേര് നോക്കുകയാണെങ്കിൽ ആംഗിൾ AMP ഈക്വൽ ടു ഈ ആംഗിൾ നോക്കുകയാണെങ്കിൽ ആംഗിൾ ACP. ഏത് ആംഗിൾ ആണ്? തേർഡ് ആംഗിൾ. ഓക്കെ, എന്താണ്? തേർഡ് ആംഗിൾ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യാണ്. ഈ AP എന്ന് പറഞ്ഞ ലെങ്ത് കണ്ടോ? അത് ഞാൻ X എന്ന് എടുത്തു, വെറുതെ എടുക്കുകയാണ്. AP എന്നുള്ള ലെങ്ത് എന്തെന്ന് എടുത്തു? X. BP എന്നുള്ള ലെങ്ത് Y എന്നും എടുത്തിട്ടുണ്ട്. ഈ ഒരു ലെങ്ത് X ഉം ഈ ഒരു ലെങ്ത് ഞാൻ Y എന്നും എടുത്തിട്ടുണ്ട്. എന്തിനാന്നുള്ളത് നമുക്ക് അടുത്ത് എഴുതുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മള് ഇപ്പോ 3 ആംഗിളും ഈക്വൽ ആയിട്ട് വന്നല്ലേ? ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ മറ്റൊരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നല്ലോ. അങ്ങനെ ഈക്വൽ ആയിട്ട് വന്ന കണ്ടീഷൻ എന്താണ്? ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ APM. ട്രയാങ്കിൾ ABC യും ട്രയാങ്കിൾ APM ഉം എന്ത് ട്രയാങ്കിൾ ആണ്? സിമിലർ ട്രയാങ്കിൾ ആണ്. സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. അത് ഇവിടെ വെച്ച് എഴുതിക്കൂടെ? നോക്ക്, നടുക്കത്തെ ലെറ്ററുകളൊക്കെ എടുത്തോ. AM by AC equal to MP by BC അല്ലെങ്കിൽ CB equal to ലാസ്റ്റ് കേസ് എടുത്ത AP by AB. ഓക്കെ, ഇതില് നോക്കിക്കോളാം. AM ഉം AC എന്ന് പറഞ്ഞാൽ റോപ്പിന്റെ ലെങ്ത് ആണ്. അത് നമുക്ക് വേണ്ട. റോപ്പ് വലിച്ച് കെട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ, അതിന്റെ ലെങ്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഞാൻ എഴുതിയ ഫ്രാക്ഷനിൽ നിന്ന് ഏത് അവോയ്ഡ് ചെയ്യാൻ പോവാണ്? അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റിയിൽ നിന്ന് AM by AC ഞാൻ അവോയ്ഡ് ചെയ്തു. നമുക്ക് ആവശ്യമില്ല. ബാക്കി വാല്യൂസ് കൊടുക്കാൻ പോവാ. MP എന്ന് പറയുമ്പോൾ ഇതാണ്. എത്രയാണ് നടക്കുന്നത്? H.
ബൈ സി ബി ഇതാണ് 2 ഈക്വൽ ടു എ പി എന്താ കിടക്കുന്നത് എക്സ് ബൈ എ ബി എന്താ കിടക്കുന്നത് നോക്കി എ ബി ഈ മൊത്തത്തിലുള്ള ലെങ്ത് അല്ലേ ഇത് എക്സ് ഇത് വൈ അപ്പൊ ടോട്ടൽ ലെങ്ത് എന്തായിരിക്കും എക്സ് പ്ലസ് വൈ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ ഒരു സെറ്റ് ഓഫ് ട്രയാങ്കിൾ എടുത്തു, ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്തു, പിന്നെ എന്ത് എഴുതി റേഷ്യോ എഴുതി, ദെൻ അത് വെച്ചുകൊണ്ട് നമ്മളൊരു ഇക്വേഷനിൽ കൊണ്ട് എത്തിച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തെ സെറ്റ് എടുക്കാൻ പോവാം. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഇതാണ് ട്രയാങ്കിൾ ബി പി എം ട്രയാങ്കിൾ എ ബി ഡി. ഇൻ ട്രയാങ്കിൾ ബി പി എം ട്രയാങ്കിൾ എ ബി ഡി ഈ രണ്ട് ട്രയാങ്കിൾ നോക്കിക്കോണേ, ട്രയാങ്കിൾ ഏതാ നോക്കിക്കോണേ, ബി പി എം ഈ ചെറിയ ട്രയാങ്കിളും അടുത്ത ബി എ ബി ഡി ഈ വലിയ ട്രയാങ്കിൾ. തൊട്ട് മുമ്പെടുത്ത് ഇതും ഇതുമായിരുന്നു, ഇവിടെ ഞാൻ ഇതും ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. ഇതേപോലെ നോക്കിയേ, അത് നോക്കുമ്പോഴത്തേക്ക് ഇതാ ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിളും എത്രയാണ് 90 ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഏത് ട്രയാങ്കിൾ ആണ് എടുത്തത്, ആദ്യത്തെ കേസിൽ എടുത്ത ട്രയാങ്കിളും രണ്ടാമത്തെ കേസിൽ എടുക്കുന്ന ട്രയാങ്കിളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ട്രയാങ്കിൾ ബി പി എമ്മും ട്രയാങ്കിൾ എ ബി ഡി എന്ത് വരും? ട്രയാങ്കിൾ ബി പി എമ്മിന്റെ ഒരു ആംഗിൾ 90 ആണ്, ഇത് പേരെന്താ ആംഗിൾ എം പി ബി ഈക്വൽ ടു ഇത് 90 അല്ലേ, പേരെന്താ ആംഗിൾ ബി എ ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ട്രയാങ്കിൾ ഏതാന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? അതില് ഈ ഒരു ആംഗിളിന്റെ പ്രത്യേകത എന്താ? കോമൺ ആംഗിൾ ആണ്. കോമൺ ആംഗിൾ ആകുമ്പോ ഈക്വൽ ആയിട്ട് എഴുതാൻ പറ്റും. ഇതിന്റെ പേര് ചെറുത് നോക്കുകയാണെങ്കിൽ ആംഗിൾ പി ബി എം, വലുതെടുക്കുകയാണെങ്കിൽ ആംഗിൾ എ ബി ഡി. റീസൺ കോമൺ ആംഗിൾ ആണ്. അപ്പോ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾ മറ്റൊരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിളിന് ഈക്വൽ ആയില്ലേ, ഓട്ടോമാറ്റിക് ആയിട്ട് തേർഡ് ആംഗിളും എന്തായിക്കോളും ഈക്വൽ ആയിക്കോളും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ തേർഡ് ആംഗിൾ ഇതല്ലേ, പേരെന്താ ഇതിന്റെ ആംഗിൾ പി എം ബി ഈക്വൽ ടു ഇതല്ലേ തേർഡ് ആംഗിൾ വരിക, പേരെന്താ ആംഗിൾ എ ഡി ബി. റീസൺ ആയിട്ട് എന്ത് കൊടുക്കുക? തേർഡ് ആംഗിൾ. ഓക്കെ, ഇപ്പൊ മൂന്ന് ആംഗിളും ഈക്വൽ ആയിട്ട് വന്നില്ലേ, ഇപ്പൊ എന്ത് പറയാം? ട്രയാങ്കിൾ ബി പി എം സിമിലർ ടു ട്രയാങ്കിൾ എ ബി ഡി. ഓക്കെ, ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ്? സിമിലർ ട്രയാങ്കിൾ ആണ്. സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ആംഗിൾസ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് റേഷ്യോ എഴുതി കൂടെ? എം പി യും ബി ഡി, എം പി ബൈ ബി ഡി ഈക്വൽ ടു ഇവിടെ എന്താ? പി എമ്മും എ ഡി, പി എം ബൈ എ ഡി ഈക്വൽ ടു അടുത്ത എന്താ? പി ബിയും എ ബി, അപ്പൊ പി ബി ബൈ എ ബി. ഓക്കെ, ഇതില് തൊട്ട് മുമ്പേ പറഞ്ഞത് നമുക്ക് ആവശ്യമില്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഇതിനകത്ത് വേണ്ടാത്തത്? റോപ്പിന്റെ ലെങ്ത് വരുന്ന കേസ് വേണ്ട. ഏതൊക്കെയാണ്? എം ബിയും ബി ഡി, ആ രണ്ടെണ്ണം വേണ്ട. അപ്പൊ ഇവിടെ ആദ്യം ഇതിലേക്ക് നമുക്ക് വേണ്ട. ബാക്കി നോക്കാം. പി എമ്മിന്റെ ലെങ്ത് എത്ര? പി എം എത്രയാണ്? എച്ച്. അടുത്ത എ ഡി എത്രയാ? 3. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കാം എച്ച് ബൈ 3 ഈക്വൽ ടു പി ബി എത്ര നോക്കിയ? പി ബി ഇതല്ലേ പി ബി എത്രയാ? y ബൈ എന്ത് വേണം? എ ബി എന്താ? എക്സ് പ്ലസ് വൈ. സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്രണ്ണമായി? രണ്ട് ഇക്വേഷൻ ആയി. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഏതൊക്കെ ട്രയാങ്കിൾ ആണ് എടുക്കുന്നത്, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. എടുത്ത ട്രയാങ്കിൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക, പ്രൊപ്പോർഷണാലിറ്റി എഴുതുക, വാല്യൂസ് കൊടുക്കുക. രണ്ട് കേസിലും ചെയ്യും. ഇനി ഫൈനൽ ആൻസറിലോട്ട് പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആ എച്ച് കണ്ടുപിടിക്കാനല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് നോക്കിക്കോണേ. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കണ്ടോ? ആഡ് ചെയ്യുന്നു. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ആഡ് ചെയ്യുന്നു. ഇല്ല കാര്യമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആഡ് ചെയ്യാൻ പറഞ്ഞ ലെഫ്റ്റ് സൈഡും കൂട്ടുക, റൈറ്റ് സൈഡും കൂട്ടുക. ഇപ്പൊ രണ്ട് ഇക്വേഷൻ കണ്ടെത്തുന്നുണ്ടോ? ഒന്നാമത്തെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് എന്താ? എച്ച് ബൈ 2. രണ്ടാമത്തെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് എന്താ? എച്ച് ബൈ 3. അപ്പൊ എച്ച് ബൈ 2 പ്ലസ് എച്ച് ബൈ 3 ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് കൂട്ടി. ഇതുപോലെ റൈറ്റ് സൈഡ് കൂട്ടുക. ഒന്നാമത്തെ റൈറ്റ് സൈഡ് എന്താ? എക്സ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് രണ്ടാമത്തെ എന്താ? y ബൈ എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇപ്പൊ ഇതെന്ത് കിട്ടും?
h by 2 plus h by 3 equal to denominator same അല്ലേ x plus y denominator same അല്ലേ അതാണ് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക ന്യൂമറേറ്റർ ഇവിടെ x ഇവിടെ y ഇപ്പോ എങ്ങനെ എടുക്കാം x plus y y എന്തെന്ന് വരും x plus y അപ്പോൾ നമുക്ക് ആൻസർ ആയി h by 2 plus h by 3 equal to 1 ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം h ന്റെ വാല്യൂ കണ്ടുപിടിക്കണം ഇവിടെ h ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം ഇത് രണ്ടും കൂടെ കൂട്ടണം ഒന്ന് കൂട്ടി നോക്കിയേ ഇത് രണ്ടും കൂടെ എങ്ങനെ കൂട്ടാം ക്രോസ് ആയിട്ട് ആദ്യം ഗുണിക്കാം 3 into h 3h plus 2 into h 2h by 3 into 2 6 equal to 1 okay 3h ഉം 2h കൂടെ ആഡ് ചെയ്താൽ 5h by 6 equal to 1 അപ്പോൾ h ന്റെ കൂടെ ഒരു 5 by 6 എന്നൊരു ഫ്രാക്ഷൻ കിടക്കുന്നുണ്ടോ ഫ്രാക്ഷൻ അപ്പുറത്ത് പോകുമ്പോൾ 5 by 6 ഒരു ഭിന്നക സംഖ്യയാണ് അത് അപ്പുറത്ത് പോകുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുക അപ്പോൾ 5 by 6 അപ്പുറത്ത് കൊണ്ടുപോവാ അപ്പോൾ ഇവിടെ ഈ ബാലൻസ് എന്താ ഉള്ളത് h and 5 by 6 അപ്പുറത്ത് പോകുമ്പോൾ റെസിപ്രോക്കൽ 5 by 6 തിരിച്ചിട്ടാ 6 by 5 അപ്പോൾ h ന്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി 6 by 5 എന്ന് കിട്ടി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് വൃത്തിയായിട്ട് എഴുതി പഠിക്കുക തീർന്നിട്ടില്ല a പാർട്ടേ ആയിട്ടുള്ളൂ ഇനി രണ്ട് പാർട്ടോടെ ബാലൻസ് ഉണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ ടേക്ക് ദി ഹൈറ്റ് ഓഫ് പോൾ ആസ് a ആൻഡ് b അപ്പോൾ ഈ ഫിഗറിൽ 3 മീറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് എന്തെന്ന് എടുക്കാണ് a എന്ന് എടുക്കുന്നു 2 മീറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് b എന്ന് എടുക്കുന്നു ഓക്കേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് a b എന്ന് എടുക്കുക and height above the ground of the point where rope cross as h അത് ഓൾറെഡി നമ്മൾ h എന്ന് തന്നെ എടുത്തിട്ടുണ്ട് find the relation between a b and h a യും b യും h ഉം തമ്മിൽ ഒരു റിലേഷൻ കണ്ടുപിടിക്കുക സിമ്പിൾ ആണ് ഓൾറെഡി നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിലേഷൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്താ h by 2 plus h by 3 equal to 1 അല്ലേ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുക h by 2 plus h by 3 equal to 1 ഇവിടത്തെ കേസിൽ വന്നപ്പോ 3 എന്നുള്ളത് a ആയി 2 എന്നുള്ളത് b ആയി അങ്ങനെ ഇത് എങ്ങനെ എടുക്കാം 2 ഉം 3 യുടെ അടുത്ത് a ഉം b കൊടുത്താൽ പോരെ അപ്പോൾ നമ്മുടെ ഫിഗർ വെച്ച് നോക്കുമ്പോൾ 3 യുടെ അടുത്ത് a അപ്പോൾ h by അതുപോലെ h by 3 യുടെ അടുത്ത് a 2 ന്റെ അടുത്ത് b equal to 1 അപ്പോൾ h by b plus h by a equal to 1 ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ആയി h by a plus h by b equal to 1 h by a plus h by b equal to 1 okay in the last part prove that this height would be the same whatever the distance between the pole അപ്പോൾ ഈ പോൾ ഉണ്ടോ a b പോൾ രണ്ട് പോൾ ഉണ്ടല്ലോ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് a b ഈ ഡിസ്റ്റൻസ് എത്രയാണെങ്കിലും ഹൈറ്റ് സെയിം ആയിരിക്കും ഈ h ന്റെ വാല്യൂ സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയേ h ഉം a ഉം b ഉം തമ്മിലുള്ള റിലേഷൻ എഴുതി വെച്ചിട്ടുണ്ട് h by a plus h by b equal to 1 ഇതിനകത്ത് ഡിസ്റ്റൻസ് ആ a b യുടെ ഏതെങ്കിലും വാല്യൂ വന്നിട്ടുണ്ടോ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷന്റെ അകത്ത് ഹൈറ്റ് എന്ന് പറയുന്നത് എന്തിനെ മാത്രമാണ് ഡിപെൻഡ് ചെയ്യുന്നത് പോളിന്റെ ഹൈറ്റിനെ മാത്രം അതായത് a ഉം b തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഇത് ഡിപെൻഡ് ചെയ്യുന്നുണ്ടോ ഡിപെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഏത് വരണം a b വരണം ഈ ഇക്വേഷനിൽ a b വല്ലതും വന്നിട്ടുണ്ടോ ആകെ ഏതാ വന്നേക്കുന്നത് ഹൈറ്റ് വന്നിട്ടുണ്ട് പോളിന്റെ ഹൈറ്റും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രേ ഓർക്കുക റോപ്പ് ക്രോസ് ചെയ്യുന്ന ഹൈറ്റ് എന്തിനെ മാത്രമാണ് ഡിപെൻഡ് ചെയ്യുന്നത് പോളിന്റെ ഹൈറ്റിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ ബൈ ദിസ് ഇക്വേഷൻ ഈ ഒരു ഇക്വേഷനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കാണുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം ഹൈറ്റ് റോപ്പ് തമ്മിൽ ക്രോസ് ചെയ്യുന്ന ഹൈറ്റ് പോളിന്റെ ഹൈറ്റിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല ഡിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല ഒറ്റ സെന്റൻസ് എഴുതിയാൽ മതി ഈ ഇക്വേഷൻ പറഞ്ഞിട്ട് എന്ത് എഴുതാം ഫ്രം എബോ ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഹൈറ്റ് ഓഫ് ക്രോസിംഗ് പോയിന്റ് ഓഫ് റോപ്പ് ക്രോസ് ചെയ്യുന്ന പോയിന്റിന്റെ ഹൈറ്റ് ഈസ് proportional to or depends only on height of pole എന്തിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ പോളിന്റെ ഹൈറ്റിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ സോ the value h is എന്താണ് depend only on a and b not the distance between the pole okay so നമുക്ക് എന്ത് പറയാം ഡിസ്റ്റൻസ് മാറിയാലും എന്തിന് പ്രശ്നം വരത്തില്ല ഈ ഹൈറ്റിന് വ്യത്യാസം if the distance changes there is no change in the height h
എച്ചിന് എന്ത് വരില്ല, വ്യത്യാസം വരില്ല. റീസൺ അതിനെ മാത്രമാണ് ഡിപെൻഡ് ചെയ്യുന്നത്, എയും ബിയും മാത്രമാണ് ഡിപെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് തന്നെ കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് നമ്മൾ 5 ക്വസ്റ്റ്യനേ ചെയ്തിട്ടുള്ളൂ. ഇത്രയും നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ചെയ്യാൻ പറ്റും. നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി പഠിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സെൻസിൽ തന്നെ പഠിക്കുക, അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ അങ്ങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ 2 സെക്ഷനും കൂടെയാണ് ബാലൻസ് ഉള്ളത്. അടുത്ത സെക്ഷൻ വളരെ ചെറിയ ഒരു പാർട്ടാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും വെച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി പഠിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.